വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. കഴിഞ്ഞ ട്രേഡിങ്ങിന് മാത്രം എനിക്ക് പോസ്റ്റ് ഇടാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ട് തന്നെ ക്ഷമിക്കുക. ഇന്ന് നമ്മൾ ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ കണ്ടിന്യൂവേഷൻ ചാർട്ട് 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ് നോക്കുന്നത്. ഇത് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് വീഴുന്നത് നിങ്ങൾ പല യൂട്യൂബും കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും റിലേറ്റ് ചെയ്യും ന്യൂസിനെയാണ്. നിങ്ങൾ ഏത് യൂട്യൂബ് കണ്ടാലും ഒരു 90% ആൾക്കാർ 2 കാര്യത്തിന് റിലേറ്റ് ചെയ്യും. ഒന്ന്, അവർ റിലേറ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ന്യൂസാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ന്യൂസിനെയാണ് റിലേറ്റ് ചെയ്യുന്നത്. ഏത് ട്രേഡിംഗ് യൂട്യൂബ് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കിയാലും അവർ സംസാരിക്കുമ്പോൾ ന്യൂസിനെ കണക്ട് ചെയ്യും. അതായത് നമ്മുടെ ഇന്ത്യയും അമേരിക്കയും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചെറിയൊരു പിണക്കം, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സൗന്ദര്യ പിണക്കമാവും. അപ്പം ഇത് വേറെ കോർപ്പറേറ്റ് ലെവലിലുള്ള കളികളാണ്. സോ നമ്മൾ അതിൻ്റെ ബാക്കിലോട്ടൊന്നും പോകണ്ട. നമുക്ക് നല്ല ട്രേഡുകൾ കിട്ടുന്നുണ്ടോ, അതാണ് നോക്കേണ്ടത്. അല്ല ഇന്ന് എത്ര രൂപ ഉണ്ടാക്കാം എന്നല്ല, അല്ല ഇന്ന് എത്ര രൂപ ലാഭം 30 പോയിൻ്റ് എടുക്കാൻ പറ്റുമോ, 100 പോയിൻ്റ് എടുക്കാൻ പറ്റുമോ, അങ്ങനെ നോക്കി ട്രേഡ് ചെയ്യരുത്. ഇന്ന് നല്ല ട്രേഡ് നമുക്ക് കിട്ടുമോ, കിട്ടിയാൽ അത് എൻട്രി എടുക്കാനുള്ള ധൈര്യം നമുക്കുണ്ടോ, ഇതൊക്കെ നമ്മൾ നമ്മുടെ അടുത്ത് ചോദിച്ചതിന് ശേഷം ചെയ്യുക. സോ ഇന്ന് 2 കാര്യങ്ങൾ നിങ്ങൾ, ഇതൊന്ന് ആദ്യം പറഞ്ഞ ന്യൂസ് ബേസ്, പിന്നെ ഉള്ളത് ഇൻഡിക്കേറ്റർ ബേസ്. ഇൻഡിക്കേറ്റർ ബേസ് ചെയ്ത് പല ആൾക്കാരും പറയും ഇങ്ങനെ ഈ സ്റ്റോക്കിൻ്റെ ഈ പ്രശ്നമായി. ഇൻഡിക്കേറ്ററും സ്റ്റോക്കും കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ സ്റ്റോക്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ആയി, അല്ലെങ്കിൽ ഈ കമ്പനി ഇങ്ങനത്തെ പ്രോബ്ലം ആയി, അപ്പോൾ അവിടെയൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്, അങ്ങനെയും ആൾക്കാർ റിലേറ്റ് ചെയ്ത് പറയും. നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാറല്ലേ. ന്യൂസിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചോ, എന്താ പറയുക, ഇൻഡിക്കേറ്ററിനെ കുറിച്ചോ സ്റ്റോക്കിനെക്കുറിച്ചോ ഒന്നും നമ്മൾ സംസാരിക്കാറില്ല. നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ബാങ്ക് നിഫ്റ്റിയാണ് ഇവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ബാങ്ക് നിഫ്റ്റി മന്ത്ലി കോൺട്രാക്റ്റിൽ മൂവ് ചെയ്തുകൊണ്ട് ഞാനൊരു ഇൻട്രാഡേ ഓപ്ഷൻ ബയർ ആയതുകൊണ്ടും നിഫ്റ്റിയിലോട്ട് മൂവ് ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ ബാങ്ക് നിഫ്റ്റി ട്രേഡർ ആയിരുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, പതുക്കെ ഇങ്ങോട്ട് നിഫ്റ്റിയിലോട്ട് മൂവ് ആയി എന്നുള്ളതേ ഉള്ളൂ, വീക്ക്ലി കോൺട്രാക്റ്റ് ആയതുകൊണ്ട്. ഓക്കെ, നമുക്ക് കാര്യങ്ങളിലോട്ട് വരാം. 2 കാര്യം ആലോചിക്കുക. ഗ്യാപ്പ് ഡൗൺ എന്നാൽ പ്രീവിയസ് ഡേ ലോയ്ക്ക് താഴെ അവിടെ വല്ലതും ഓപ്പൺ ആയാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് 24,500 പുട്ട് 140 രൂപയിൽ കൂടുതൽ സസ്റ്റെയിൻ ആകുന്നുണ്ടോ, 140 രൂപയിൽ കൂടുതൽ സസ്റ്റെയിൻ ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇത് ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിൽ ഇത് റിവേഴ്സലാവും. അതായത് ഗ്യാപ്പ് ഡൗൺ ആകുകയാണെങ്കിലും, അല്ല ഇന്നലത്തെ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഓപ്പൺ എന്ന് പറയും. ഇന്നലത്തെ ക്ലോസിൻ്റെ അവിടെ ഓപ്പൺ ആയിട്ട് ഇന്നലത്തെ ലാസ്റ്റ് ട്രേഡിംഗ്, വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് ഡേയുടെ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരുമ്പോഴും ഈ കാര്യം ശ്രദ്ധിക്കുക. 24,500 പുട്ട് 140 രൂപയിൽ കൂടുതൽ സസ്റ്റെയിൻ ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇതൊരു കാര്യം. ബാക്കി ലെവൽസ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 150 ആണ്, 150 അതെങ്ങനെ വർക്കാകുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ, നമ്മളൊരു സ്ട്രാറ്റജിയുടെ ഒരു ഇത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ എന്താ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ, വീക്കിലി ഒരു ദിവസം ഗൂഗിൾ മീറ്റിൽ കണക്ട് ചെയ്യും. ഫ്രീ ആണേ ഇത്. ഗൂഗിൾ മീറ്റിൽ കണക്ട് ചെയ്യും വീക്കിലി. പറ്റുമെങ്കിൽ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ. അത് ഒരു അരമണിക്കൂറത്തെ സെഷനായിരിക്കും. നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മളതിനകത്ത് നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് എന്തെങ്കിലുമൊക്കെ നോളജ് അതിലുണ്ടെങ്കിൽ ഞാനത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതൊരു ഡിസ്കഷനാണ്. ഇതൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അരമണിക്കൂർ. പിന്നെ നമുക്ക് ഈ പറയുന്ന പോയിൻ്റ് ഓഫ് കൺട്രോളൊക്കെ എങ്ങനെയൊക്കെ നോക്കാം, അത് എവിടെയൊക്കെ വരുമ്പോഴേ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ ഗ്യാപ്പ് ഡൗൺ ആയാലും എവിടെ ഓപ്പൺ ആയാലും ആ ഒരു സ്ട്രാറ്റജി സെറ്റപ്പ് നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് വരാത്ത ദിവസം എടുക്കണ്ട, ഉള്ള ദിവസം നമുക്ക് എൻട്രി എടുത്ത് നമ്മൾ നല്ലൊരു ആവശ്യത്തിനുള്ള ഒരു പ്രോഫിറ്റിലോട്ട് ഒതുങ്ങാൻ പറ്റും. സോ ഇത് പ്ലാൻ ചെയ്യാം നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ. ഇത് ലെവൽ നോക്കിക്കോളൂ. 150 ആണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഈ ലെവലുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രേഡിങ്ങിലോട്ട് പ്ലാൻ ചെയ്യാവുന്നതാണ്. സോ ഇത്രയും നേരം കണ്ടതിൽ നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.